ശ്രീ ജെക്സി തോമസ്. അടിപൊളി ഇരിക്കണോ സുനാമി മുഖം വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? അങ്ങ് ചോദിച്ചല്ലോ മാധ്യമങ്ങളും പാർട്ടിയും അൻവറിനെ ഡീൽ ചെയ്യുമ്പോഴൊരു വ്യത്യാസം എന്ന് പറയുന്നത്. ആ വ്യത്യാസം ഇന്നവിടെ കേട്ടു. അതെന്താണെന്ന് അറിയാമോ ശ്രീ ജെക്സി തോമസ്? അത് കയ്യും കാലും വെട്ടും എന്നാണ്. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഇക്കണ്ട നാട്ടുകാർ മുഴുവൻ കേൾക്കെ, ഇക്കണ്ട മാധ്യമങ്ങൾ മുഴുവൻ ക്യാമറ തുറന്നു വെക്കെ, ഇത്രയും അക്രമാസക്തമായ മുദ്രാവാക്യം വിളിക്കാനുള്ള രാഷ്ട്രീയ ബോധമേ നിങ്ങളുടെ അണികൾക്കും പ്രവർത്തകർക്കും നേതാക്കൾക്കും ഉള്ളോ? അതോ നിങ്ങൾക്ക് ഈ നാട്ടിലെ നിയമത്തെ പറ്റി ഒരു ബഹുമാനവും ഇല്ലാതായോ? നിങ്ങൾക്ക് ഈ നാട്ടിലെ ആഭ്യന്തര വകുപ്പിനെയും അത് നയിക്കുന്ന മന്ത്രിയെയും പറ്റി ഒരു ബഹുമാനവും ഇല്ലാത്തത് കൊണ്ടാണോ നിങ്ങളുടെ രാഷ്ട്രീയ പ്രതിരോധത്തിൽ, നിങ്ങളുടെ രാഷ്ട്രീയമായ ചെറുത്തുനിൽപ്പിൽ ഇത്തരം അക്രമവാസനകൾ ഇപ്പോഴും മുദ്രാവാക്യങ്ങളായി നിൽക്കുന്നത്? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? മുദ്രാവാക്യത്തിന്റെയും രാഷ്ട്രീയ പ്രതികരണങ്ങളിലും ഒരു വാക്കുകൊണ്ട് പോലും ജനാധിപത്യ വിരുദ്ധതയുണ്ടെങ്കിൽ, രാഷ്ട്രീയം ചോർന്നു പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ പഴുതടച്ച ശരിതെറ്റുകളുടെ വിശകലനത്തിന് വിധേയമാക്കേണ്ടതാണ്. ഇതിൽ രാഷ്ട്രീയ പ്രശ്നമല്ല, അതിൽ ക്രിമിനൽ മെന്റാലിറ്റിയാണ് പ്രകടമാക്കപ്പെടുന്നത്. ഈ നാട്ടിലെ നിയമത്തിന് വില കൊടുക്കാതെ മുദ്രാവാക്യം വിളിക്കുന്നവരെ നിങ്ങൾ സഖാക്കൾ എന്നാണോ വിളിക്കുന്നത്? ഇവരാണോ ഇവിടെ പാവപ്പെട്ടവർക്കും ഇവിടെ അക്രമത്തിനിരയാകുന്നവർക്കും കൂടെ നിൽക്കുന്നത്? ആ വിശകലനത്തിലേക്ക് നമുക്ക് വരാം. തൊട്ടു മുമ്പ് കോൺഗ്രസ് പ്രതിനിധി ദീർഘസമയം എടുത്തുകൊണ്ട് അദ്ദേഹം പലവിധ ആരോപണങ്ങൾ, പലതും അർത്ഥസത്യങ്ങളും പരിപൂർണ നുണകളുമാണ്, കേട്ടാൽ അറപ്പുളവാക്കുന്ന വാചകങ്ങളും വാക്കുകളുമാണ്. എന്താന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു തുലക്കടോ. കേരളത്തിലെ പോലീസാകെ സംഘപരിവാരത്തിന്റെ പ്രചാരകരാണ്. അതിവേഗം സംഘപരിവാർ വൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ പോലീസും കേരളത്തിലെ ഭരണ സംവിധാനവും. അതോടൊപ്പമോ ഇതിനോടകം തന്നെ സംശയങ്ങൾക്കിടമില്ലാത്ത വണ്ണം മുഖ്യമന്ത്രി ബിജെപിയുടെ ഒരു അനുചരനായി മാറി എന്നൊക്കെയാണ് കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു വെച്ചത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അങ്ങേക്കറിയുമോ കോൺഗ്രസ് നേതാവേ, ഇന്ത്യയുടെ ഈ വർത്തമാനകാല ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് RSS 1 കോടി രൂപ വിലയിട്ടു. ഏതാണ് ആ മുഖ്യമന്ത്രി? അങ്ങ് പേര് പഠിച്ചു വെക്കുന്നത് നല്ലതാ. ആ പേരാണ് പിണറായി വിജയൻ. ആ കാര്യം ഓർക്കുമ്പോഴേ രോമാഞ്ചം. പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തെയാണോ നിങ്ങൾ RSS പട്ടം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? അദ്ദേഹത്തെയാണോ നിങ്ങൾ BJPയുടെ അനുചരനാക്കാൻ ആഗ്രഹിക്കുന്നത്? ശ്രീ ജെക്സി തോമസ്, അങ്ങനെ സംഘപരിവാർ 1 കോടി രൂപ തലയ്ക്ക് വിലയിട്ട CPM-ന്റെ സമുന്നതനായ ഇന്ത്യയിലെ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള പോളിറ്റ് ബ്യൂറോ അംഗമായ നേതാവ് മുഖ്യമന്ത്രി ആയിരിക്കുന്നിടത്താണ് അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP ഇങ്ങനെ കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുന്ന ഏതെങ്കിലും RSS നേതാക്കൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ ഒന്നുപോയി ഹൃദയം കൈമാറാണെന്ന്? CPM-ന്റെ RSS തലയ്ക്ക് വലിയിട്ട നേതാവ് മുഖ്യമന്ത്രി ആയിരിക്കുന്നിടത്താണ് അദ്ദേഹത്തിന് കീഴെ, അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലെ പോലീസ് ഏമാൻ RSSകാർ വരുന്നത് നോക്കി നോക്കി നിൽക്കുന്നത് അങ്ങോട്ട് പോയി ഒന്ന് ഹൃദയം കൈമാറാൻ. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. അങ്ങേക്ക് ഈ നിലയിലാണ് ചർച്ച തുടരാൻ ആഗ്രഹമെങ്കിൽ കോൺഗ്രസ് നേതാവിന്റെ ഒരു വാദത്തിന് മറുപടി പറഞ്ഞു തുടങ്ങിയപ്പോഴേ അങ്ങേക്ക് എന്നെ തടസ്സപ്പെടുത്തി അങ്ങയുടെ കോൺഗ്രസ് നേതാവിനെ അനുസ്മരിപ്പിക്കുന്ന അത്ര സമയം എടുത്തുകൊണ്ടുള്ള അങ്ങയുടെ പ്രഭാഷണം നടത്തിയിട്ടാണ് ചർച്ച തുടരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്കിതിവിടെ അവസാനിപ്പിക്കാം. ഒരു മാറ്റവും ഇല്ലല്ലോ. നിങ്ങൾ കോൺഗ്രസുമായി ചർച്ച തുടർന്നു. ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷമാണ് ശ്രീ BRM ഷഫീറിനോട് ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചത്. മാത്രമല്ല ശ്രീ ജെക്സി തോമസിന് കൃത്യമായും വ്യക്തമായും അറിയാം ഞാൻ തുടരെ ഇടപെട്ടിട്ടില്ല എന്നുള്ളത്. അപ്പോ RSS ബന്ധമാണ് കോൺഗ്രസ് നേതാവ് ആരോപിച്ചത്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനില്ലേ RSS ബന്ധം? എടക്കാട് RSSന്റെ ശാഖയ്ക്ക് CPM പ്രവർത്തകരിൽ നിന്ന് സംരക്ഷണം ഒരുക്കാൻ ഞാൻ പോയി കാവൽ നിന്നു എന്ന് പറഞ്ഞ KPCC പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ അനുചരനായി വന്നിരിക്കുന്ന നിങ്ങളുടെ പാർട്ടിക്കില്ലേ RSS ബന്ധം? എങ്ങനെയാണോ RSS ബന്ധം നിങ്ങൾക്കുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന അതേപോലെ കോൺഗ്രസിനുണ്ടെന്ന് സാമാന്യവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങന്റെ ആദ്യത്തെ ചോദ്യത്തിന് മറുപടിയിലേക്ക് പോലും ഈ നിമിഷവും വന്നിട്ടില്ല ശ്രീ ജെക്സി തോമസ്. അത് നിങ്ങളുടെ മുദ്രാവാക്യം വിളിയിൽ അക്രമവാസനയുമായി ബന്ധപ്പെട്ടായിരുന്നു. ഞാൻ ഈ മുദ്രാവാക്യം കണ്ടിട്ടില്ല. പക്ഷെ അങ്ങയുടെ വാക്കുകൾ കടമെടുത്താൽ കയ്യും കാലും വെട്ടുമെന്ന് മുദ്രാവാക്യം തിരികെ പറഞ്ഞു എന്നുള്ളതാണ് അങ്ങ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ചെങ്കൊടിയെ തകർക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾക്ക് പ്രതിരോധിക്കേണ്ട വരുമെന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രതികരണമായിട്ടായിരിക്കാം നിലമ്പൂരിലും ഏറനാട്ടിലും അദ്ദേഹത്തിന്റെ പരിസരങ്ങളിലും ഒക്കെ ഇന്ന് മുദ്രാവാക്യം മുഴക്കിയിട്ടുള്ളത്. വളരെ ക്ലാസ് വിശദീകരണമാണ് ശ്രീ ജെക്സി തോമസ്. പക്ഷേ നിയമം വാഴുന്ന നാട്ടിൽ അത്തരത്തിൽ വളരെ സാമാന്യമായി വിശദീകരിക്കാൻ കഴിയുന്ന ഒരു മുദ്രാവാക്യം അല്ലത്. മുദ്രാവാക്യം ഒരു കൊളോക്കിയൽ പ്രയോഗം എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാനൊക്കെ ശ്രമിക്കാം. പക്ഷെ അതിനെ അരാഷ്ട്രീയത തിരിച്ചറിയണം. ഒരു തരിമ്പ് ന്യായീകരിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. PV അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അദ്ദേഹത്തിന് ജീവന് ഭീഷണിയുണ്ടെന്നാണ്. നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ മുദ്രാവാക്യം നിങ്ങൾക്കെതിരെ ഉയർത്തപ്പെടുമെന്ന ബോധമില്ലാത്തവരാണോ നാടിനെ നയിക്കാൻ, പാർട്ടിയെ നയിക്കാൻ, സംരക്ഷിക്കാൻ പ്രതിരോധത്തിന് ഇറങ്ങിയിരിക്കുന്നത്? എണീറ്റ് വരണ്ടേയിരുന്നു.
ആങ്കറോട് ഞാൻ തിരികെ ഒരു ചോദ്യം ചോദിച്ചതാണ്. ഞാൻ 2 വാചകത്തിൽ മറുപടി അവസാനിപ്പിച്ചോളാം. അങ്ങ് 4 or 6 വാചകം വെച്ചിട്ടാണ് എന്നോട് ചോദ്യം ചോദിച്ചത്. എനിക്ക് 2 വാചകമേ ഉള്ളൂ. കേരളത്തിൽ ആകെ ഒരു MLA കൊല്ലപ്പെട്ടിട്ടുള്ളൂ. ഈ നിലമ്പൂരിലെ MLA ആണ്. അദ്ദേഹത്തിന്റെ പേര് സഖാവ് കുഞ്ഞാലി എന്നാണ്. വെടിയേറ്റ് വീണത് കോൺഗ്രസ് ഓഫീസിൽ നിന്നും നീട്ടിയ തോക്കുകണ്ണുകൾ കൊണ്ടാണ്. ആ MLA കൊല്ലപ്പെട്ട MLAക്ക് രക്തസാക്ഷിത്വം വരിക്കേണ്ട വന്ന മണ്ണാണ് നിലമ്പൂര്. അവിടെ നിന്നുകൊണ്ട് ചിലപ്പോൾ വൈകാരികമായി ഇത്തരം മുദ്രാവാക്യങ്ങൾ വിളിക്കേണ്ട വന്നിട്ടുണ്ടാകാം. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അതേ നിലമ്പൂരിൽ നിന്ന് ഈ പ്രകോപന മുദ്രാവാക്യം വിളിക്കുമ്പോൾ അതേ നിലമ്പൂരിലെ അതേ രാഷ്ട്രീയ അക്രമ സ്വഭാവത്തെ ഞങ്ങൾ പിന്തുണച്ചുകൊള്ളാം, ഞങ്ങൾ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയലാണോ, എന്ന ആഹ്വാനമാണോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇല്ല, MLA കൊന്നുകളയുന്ന കോൺഗ്രസിന്റെ സംസ്കാരം ഞങ്ങൾ സ്വീകരിക്കില്ല. നിലമ്പൂർ കേരളത്തിലെ ഏതെങ്കിലും ജനാധിപത്യ സംവിധാനത്തിൽ അതിശക്തമായി സത്യസന്ധതയോടെ കൂടെ വിശ്വസിക്കുന്ന ഒരു പാർട്ടി എങ്ങനെ കയ്യും കാലും വിട്ടുവന്നോ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്ത് കളയുമെന്നുള്ള മുദ്രാവാക്യത്തെ അംഗീകരിക്കുന്നവരാണോ? ചന്ദ്രശേഖരന്റെ തല പൂക്കുല ചിതറുന്നതുപോലെ റോഡിൽ ചിതറുമെന്ന് പ്രസംഗിച്ചിട്ടുണ്ട് ചിലർ. ഈ നാട്ടിൽ നടന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് കേരളം. അതുകൊണ്ട് അങ്ങനെ നിഷ്കളങ്കമായി വിശ്വസിക്കണം എന്നൊക്കെ നാട്ടുകാർ തീരുമാനിക്കട്ടെ. ശ്രീ ജെ.സി. തോമസ്, ശ്രീ സന്ദീപ് വാര്യർ, ഈ LDFന്റെ പ്രതിനിധി പറയുന്ന കാര്യം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് LDF അല്ലെങ്കിൽ CPM ചർച്ചയ്ക്ക് വിടുന്ന പല വക്താക്കളും അഭിമന്യുവിനെ പോലെയാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് ഈ ചക്രവ്യൂഹത്തിന് അകത്ത് കയറുന്ന കാര്യം മാത്രം കൃഷ്ണൻ വിവരിച്ചത് കേട്ടിട്ട് ഇങ്ങോട്ട് വരികയാണ്. അദ്ദേഹം കുഞ്ഞാലി കൊലക്കേസിനെ കുറിച്ച് പറഞ്ഞു. എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ, മുതലാളി മറന്നുപോയത്. ഈ നിലമ്പൂരിലെ MLA ആയിരുന്ന കുഞ്ഞാലി 69-ലാണ് കൊല്ലപ്പെടുന്നത്. അതിന് ആരെയാണ് ഇവർ ഉത്തരവാദി എന്ന് വിളിച്ചിരുന്നത്? ആര്യാടൻ മുഹമ്മദാണ് കുഞ്ഞാലി വധക്കേസിന് ഉത്തരവാദി എന്നും ആര്യാടനാണ് കുഞ്ഞാലിയെ കൊല ചെയ്തിരുന്നു എന്നുമാണ് ഇന്നും അവർ പറയുന്നത്. ആ ആര്യാടൻ മുഹമ്മദിനെ കൊണ്ടുപോയി 80-ല് നായനാർ സർക്കാരിൽ മന്ത്രിയാക്കിയതാരാ? എന്താ ഉറക്കം വരുന്നു. LDFന്റെ സ്ഥാനാർത്ഥിയാക്കിയതാരാ? CPMന്റെ വോട്ട് കൊണ്ട് ജയിപ്പിച്ചില്ലേ ആര്യാടനെ നിലമ്പൂരിൽ തന്നെ? മന്ത്രിയാക്കിയില്ലേ നിങ്ങള്? എന്നിട്ട് കുഞ്ഞാലി കൊല്ലപ്പെട്ട മണ്ണാണെന്നൊക്കെ ഇങ്ങനെ വൈകാരികമായിട്ട് കിടന്ന് തള്ളുകയാണ്. ഈ കുഞ്ഞാലി കൊലക്കേസിൽ ഉത്തരവാദി എന്ന് നിങ്ങൾ ആക്ഷേപിച്ച അതേ മനുഷ്യനെ കൊണ്ടുപോയി മന്ത്രിയാക്കാൻ ജാള്യത കാണിക്കാത്തവരാണ് ഇവിടെ ഇരുന്ന അർദ്ധസത്യങ്ങൾ അല്ലെങ്കിൽ ചരിത്രത്തിലെ പകുതി മാത്രം എടുത്ത് പറയുന്നത്. ബാക്കി പകുതി കൂടി പറയണം മിസ്റ്റർ. കേരളത്തിലെ ജനങ്ങൾ കേൾക്കട്ടെ. നിങ്ങൾ ചെയ്തിട്ടുള്ള തോന്നിവാസങ്ങൾ ജനങ്ങൾ കേൾക്കട്ടെ. ശ്രീ ജെ.സി. തോമസ്, BJP പ്രതിനിധി പറഞ്ഞത് എന്താണ്? ആ കേസിലെ പ്രതിപട്ടികയിൽ ആദ്യമായി ജയിലിൽ പോകേണ്ട വന്ന അന്നത്തെ കോൺഗ്രസ് നേതാവും മന്ത്രിയുമൊക്കെയായി പിന്നീട് മാറിയ ആര്യാടൻ മുഹമ്മദിനെ 980-ൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ചു എന്നുള്ളതാണ്. അതെ, ഞങ്ങളുടെ പ്രശ്നം വ്യക്തിപരമല്ല. അതെ, അതാ എന്റെ പ്രത്യേകത. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. എന്തുകൊണ്ടായിരിക്കാം കുഞ്ഞാലിയെ കൊന്നുകളയാൻ ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസ് പ്രതിനിധികളുടെ പൂർവികർ തോക്ക് കൊടുത്തയച്ച് വിജയിച്ച ജനപ്രതിനിധിയെ MLA കൊന്നുകളയാൻ തയ്യാറാകുന്നത് എന്തുകൊണ്ടാണ്? അത് രാഷ്ട്രീയമായ വിരോധമാണ്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അതുകൊണ്ട് ആ രാഷ്ട്രീയത്തെ തോൽപ്പിക്കാൻ ആ കൊലപാതകി ഉൾപ്പെടുന്ന സംഘം രാഷ്ട്രീയ മാനസാന്തരം കൊണ്ട് ഇടതുപക്ഷത്തേക്ക് വന്നോ? ആ കൊലപാതകിയെ കൊണ്ട് സഖാവ് കുഞ്ഞാലിയുടെ കൊടി ഞങ്ങൾ പിടിപ്പിച്ചു. ആണോ? ഭയങ്കര. സഖാവ് കുഞ്ഞാലിയെ കൊന്നുകിടന്നവരെ കൊണ്ട് സഖാവ് കുഞ്ഞാലിയുടെ പ്രസ്ഥാനത്തിന് വേണ്ടി മുദ്രാവാക്യം ഞങ്ങൾ വിളിപ്പിച്ചു. അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ നയം, അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ സമീപനം. എന്നെ കേസിൽ കൊടുക്കാൻ ശ്രമിച്ചവരെ കൊണ്ട് ഞാൻ എന്നെ മന്ത്രിയാക്കിപ്പിച്ചു എന്ന്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. ഞാൻ അങ്ങിങ്ങനെ ഇടപെടുന്നതിൽ മര്യാദ കുറവുണ്ട്. ഞാൻ അങ്ങോട്ട് പല ആവർത്തി സൂചിപ്പിച്ചതാണ്. എന്തുകൊണ്ടോ എന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്താനായിരിക്കാം. ആയിക്കൊള്ളട്ടെ, അങ്ങ് ഇടപെട്ടുകൊള്ളാം. അത് ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം നിങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അത് അനിവാര്യമായ ഒരു ദുരന്തമായി കണ്ടിട്ടാണ് ഇത്തരം ഏർപ്പാടുകൾ പങ്കെടുക്കാൻ ഇങ്ങോട്ട് വരാറുള്ളത്. അങ്ങ് കുഞ്ഞാലിയുടെ കൊലപാതകയെ കൊണ്ട് ഞങ്ങളുടെ കൊടി പിടിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചതാണ്. ആര്യാടൻ ഒരുപക്ഷെ അന്ന് ചിന്തിച്ചിട്ടുണ്ടാകുമോ എന്നെ ജയിലിൽ അയക്കാൻ ശ്രമിച്ചവർക്ക്, എന്നെ കേസിൽ പെടുത്താൻ ശ്രമിച്ചവരെ കൊണ്ട് ഞാൻ എന്നെ മന്ത്രിയാക്കിപ്പിച്ചു എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും? ഞാൻ ചോദിച്ചതേ ഉള്ളൂ. മറുപടി പറയാൻ കഴിയുമെങ്കിൽ ഓക്കെ, ശരി. ഈ കാര്യം ഒന്ന് പറയണേ. അതായത് ആവർത്തിച്ച് അൻവർ ആരോപണം ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെയാണ്, പി ശശിക്കെതിരെയാണ്, ADGPക്കെതിരെയാണ്. അതെങ്ങനെയാണ് പാർട്ടിക്കെതിരെയാകുന്നത്? പാർട്ടിയല്ലേ മുഖ്യമന്ത്രിയാക്കിയത് എന്നാണ് ചോദിച്ചത് അൻവർ. ഉത്തരം പറ. അല്ല, അങ്ങ് ഇടപെട്ടില്ലേ? അങ്ങയുടെ വ്യക്തിപരമായ അഭിപ്രായം അങ്ങ് ഇടപെട്ടില്ലേ?
എന്ത് പൊട്ടത്തരോ അങ്ങേക്ക് നിർദ്ദേശം ഉണ്ടായിരിക്കാം. ഇടതുപക്ഷ പ്രതിനിധി സംസാരിച്ച് തുടങ്ങുമ്പോൾ 2-3 തവണയെങ്കിലും ഏറ്റവും കൂടുതൽ ഇടപെടണം, അവരുടെ ഒഴുക്ക് നിർത്തണം. അങ്ങേക്ക് നിർദ്ദേശം ഉണ്ടായിരിക്കാം, അങ്ങ് നടപ്പിലാക്കിക്കോ. അങ്ങയിൽ നിന്ന് വ്യത്യസ്തമായ യാതൊരു വ്യാമോഹവും യാതൊരു അസാധാരണമായ മര്യാദയും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. വെറുതെ കിടന്ന് ഉരുളാദാശനെ. അങ്ങയുടെ പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ അത് പാർട്ടിക്കെതിരായ ആരോപണമാവുന്നത് എങ്ങനെയാണ്? പാർട്ടി സഖാക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ പോരിനിറങ്ങിയതെന്ന് PV അൻവർ ആവർത്തിക്കുമ്പോൾ 5ാമത്തെ തവണയാണേ. ഓക്കെ, ആങ്കർ മനസ്സിലാക്കേണ്ടത് ആങ്കർ 1-to-1 ആയി ഡീൽ ചെയ്യുന്ന പോലെ ഒരേ സമയത്ത് ഒരാളെ അല്ല എനിക്ക് അഭിസംബോധന ചെയ്യേണ്ട വരുന്നത്. ആങ്കർ പറയുന്ന ചോദ്യങ്ങൾക്ക് പറയണം, ആങ്കറുടെ ഇടപെടലുകൾക്ക് മറുപടി പറയണം, കോൺഗ്രസ് പ്രതിനിധിയുടെ പച്ചക്കള്ളങ്ങളെ ഒന്നൊന്നായി തുറന്നു കാണിക്കണം, BJP പ്രതിനിധിയുടെ 100 കണക്കിന് പച്ചക്കള്ളങ്ങളെ ഓരോന്നായി തുറന്നു കാണിക്കണം. അങ്ങനെ പച്ചക്കള്ളങ്ങളെ കുറെ തുറന്ന് കാണിക്കേണ്ട വരുമ്പോ ചിലപ്പോ ഒരു ചോദ്യം മറക്കാം. അത് ഏത് പൊന്നുതമ്പുരാനും മറക്കാം, ഏത് മാധ്യമ പ്രവർത്തകനും മറക്കാം. മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുമ്പോൾ അതെങ്ങനെ പാർട്ടിക്ക് നേരെയുള്ള ചോദ്യമായി എന്നുള്ളതാണ് ആങ്കറിന്റെ ന്യായമായ സംശയം, അല്ലെ? അല്ലെങ്കിൽ നിലമ്പൂർ MLA-യുടെ ചോദ്യം. മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ആകാശത്ത് നിന്ന് കെട്ടിയിറക്കപ്പെട്ട രാഷ്ട്രീയ നിരപേക്ഷമായ ഒരു മനുഷ്യനല്ല, ഒരു മനുഷ്യ ശരീരവുമല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. അതിനൊന്നും ഇല്ലേ? പിണറായി വിജയനെ ജനങ്ങൾക്ക് മുമ്പിൽ അപഹാസ്യനാക്കാൻ ശ്രമിച്ചാൽ അത് ഞങ്ങളുടെ പ്രശ്നമാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും തലമുതിർന്ന നേതാവാണ്. അദ്ദേഹത്തിനെതിരെ കള്ളം പറഞ്ഞാൽ ഞങ്ങൾക്ക് പൊള്ളും, ഞങ്ങൾക്ക് നോവും, ഞങ്ങൾ തെരുവിലിറങ്ങും, ഞങ്ങൾ ആ നുണകളെ തുറന്നു കാട്ടും. വല്ല തൊഴിലുറപ്പ് പണിക്ക് പൊക്കൂടാ നിനക്കൊക്കെ. ശ്രീ സന്ദീപ് വാര്യർ, ഈ LDF-ന്റെ പ്രതിനിധി, CPM-ന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറയട്ടെ. അദ്ദേഹം വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പകുതി വെന്ത ക്യാപ്സ്യൂളുകളാണ് ഇവിടെ പറഞ്ഞത്. ഇവൻ ശരിയല്ല. കുഞ്ഞാലിയുടെ മരണമൊഴിയിൽ പറയുന്നത് എന്താണ്? ആര്യാടൻ മുഹമ്മദാണ് എന്നെ വെടിവെച്ചത്. ആ ആര്യാടൻ മുഹമ്മദ് 1-ാം പ്രതിയാണെന്ന് പറഞ്ഞ് 9 മാസക്കാലം ജയിലിൽ കിടന്നു. ആര്യാടൻ മുഹമ്മദിനെതിരായിട്ട് വലിയ തോതിൽ CPM-ന്റെ ഭാഗത്ത് പ്രചരണം ഉണ്ടായി. അതിനുശേഷം എന്താ ചെയ്തത്? ഇതേ ആര്യാടൻ മുഹമ്മദിനെ പിടിച്ചു കൊണ്ടുപോയി മന്ത്രിയാക്കിയതിനെയാണ് ഇവിടെ താത്വികമായിട്ട് അങ്ങ് അവലോകനം ചെയ്ത് കളഞ്ഞത്. രാഷ്ട്രീയമായിട്ടുള്ള സൗകര്യത്തിന് വേണ്ടി, അധികാരം ഉണ്ടാക്കാൻ വേണ്ടി ഒരു സഖാവിന്റെ, ഒരു മുൻ MLA-യുടെ സഖാവിന്റെ, ഇവരേറെ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ആവേശത്തോടുകൂടി ഓർക്കുന്ന കുഞ്ഞാലി MLA-യുടെ കൊലയാളി എന്ന് വിളിക്കുന്ന ആളെ പോലും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കൂട്ടുപിടിക്കാൻ നാണമില്ലാത്ത ആ രാഷ്ട്രീയ നിലപാടിനെയാണ് ഇവിടെ ഗ്ലോറിഫൈ ചെയ്തത്. രണ്ടാമത്തെ കാര്യം എന്താ? ഞങ്ങൾ പകരം കൊന്നിട്ടില്ല എന്നുള്ളത്. അതും അദ്ദേഹത്തിന് കാര്യം അറിയാത്തതുകൊണ്ടാണ്. ആര്യാടൻ ഈ കുഞ്ഞാലി വധത്തിന് പ്രതികാരമായിട്ട് അവിടെ ഗോപാലൻ എന്ന് പറയുന്ന ഒരാളെ ഇവർ തിരിച്ചു കൊന്നിട്ടുണ്ട്. ഒരു ഗോപാലനെ ഇവർ തിരിച്ചു കൊന്നു അവിടെ. പോയേ കയ്യിന്ന് പോയേ, പിന്നെയും പോയേ. മൂന്നാമത്തെ കാര്യം അദ്ദേഹം എന്താ പറഞ്ഞത്? ഭാരതീയ ന്യായ സംഹിത പ്രകാരം പോലീസിന് സ്വർണം പിടിച്ചെടുക്കാനും അത് ഉരുക്കാനും ഒക്കെ അവകാശം കൊടുക്കുന്നുണ്ട്. ഭാരതീയ ന്യായ സംഹിത അവകാശം കൊടുക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കുഴപ്പമായി തോന്നുന്നത്. പക്ഷെ ഭാരതീയ ന്യായ സംഹിത ജൂലൈ 1, 2024 മുതൽ വന്നിട്ടുള്ള ന്യായ സംഹിത ഉപയോഗിച്ചുകൊണ്ട് 2023 നവംബർ മാസം ട്രാൻസ്ഫർ ആയിപ്പോ സുജിത് ദാസ് എങ്ങനെയാണ് സ്വർണം ഒരുക്കിയത് ഒന്ന് പറഞ്ഞു തരുമോ? ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. സത്യങ്ങളുണ്ടല്ലോ, പകുതി ബന്ധ ക്യാപ്സ്യൂൾ വരുന്നുണ്ടെങ്കിൽ അതങ്ങനെ ചൂടോട് കൂടി വിഴുങ്ങി കഴിഞ്ഞാൽ അണ്ണാക്ക് പൊള്ളിപ്പോവും. ജയിക്കേ, അണ്ണാക്ക് പൊള്ളിപ്പോവും. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം.